പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ച ബി.ജെ.പി. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ CPIM ശ്രീകൃഷ്ണപുരം ചന്തപ്പരയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഏരിയ കമ്മിറ്റി അംഗം ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്ത് പാചകവാതകത്തിന്റെ വില വർദ്ധിക്കേണ്ട സാഹചര്യമില്ല എന്ന് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി പറഞ്ഞതാണ്. ഈ പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ ബി.ജെ.പിയുടെ നേതാവ് പറഞ്ഞതാണ്. എന്നാൽ 2 ദിവസം കൊണ്ട് പറഞ്ഞതിനെ ആകെ വിഴുങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ പാചകവാതകത്തിന്റെ വില ബി.ജെ.പിയുടെ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഒരു സംശയമുണ്ട്, ഇനി പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഈ ബി.ജെ.പി. ഗവൺമെന്റ് വർദ്ധിപ്പിക്കും. കാരണം നമുക്ക് സബ്സിഡി നിഷേധിച്ച, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ബി.ജെ.പിയുടെ ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് പെട്രോളിന്റെ വില കൂടിയാലും, ഡീസലിന്റെ വില കൂടിയാലും, പാചകവാതകത്തിന്റെ വില കൂടിയാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളാരും പ്രതിഷേധിക്കുന്നത് നമ്മളാരും കാണാറില്ല. ഈ നാട്ടിലെ ബി.ജെ.പിക്കാരന് പ്രശ്നമില്ല, ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരന് പ്രശ്നമില്ല, ഈ നാട്ടിലെ മുസ്ലിം ലീഗിന് പ്രശ്നമില്ല. ഈ നാട്ടിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ഗ്യാസിന്റെ വില കൂടിയാലോ, പെട്രോളിന്റെ വില കൂടിയാലോ, പാചകവാതകത്തിന്റെ വില കൂടിയാലോ, മരുന്നിന്റെ വില കൂടിയാലോ പ്രശ്നമില്ല. പക്ഷേ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരന് അത് പ്രശ്നമാണ്. കാരണം ഈ നാട്ടിലെ പാവപ്പെട്ടവനോടുള്ള ഉത്തരവാദിത്തമാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നിലനിൽപ്പും പ്രവർത്തനവും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ട്രംപ് പറയുന്നു, റഷ്യയിൽ നിന്ന് 1 മാസത്തേക്ക് നിങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കോളൂ എന്ന് ബി.ജെ.പിക്കാരനോട്, കേന്ദ്രമന്ത്രിമാരോട്, ബി.ജെ.പി. ഗവൺമെന്റിനോട്, RSSനോട്, നരേന്ദ്രമോദിയോട് ട്രംപ് പറയുമ്പോൾ ഡയലോഗ് മുമ്പിട്ട് നിന്നുകൊണ്ട് ആ നരേന്ദ്രമോദിയുടെ വാക്കുകൾ ശിരസ വഹിക്കുന്ന രീതിയിലേക്ക് ഇന്നത്തെ കേന്ദ്ര ഭരണകൂടം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണം കേന്ദ്ര ഗവൺമെൻറ്, അവരുടെ പ്രധാനപ്പെട്ട പാർട്ടിയായ ബി.ജെ.പി. ആണ് നേതൃത്വം കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ബി.ജെ.പി. അല്ല. ഇന്ന് അമേരിക്കയാണ് ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഒരു ബദൽ സൃഷ്ടിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും കാണിച്ചു തന്നതാണ്. ലോക്കൽ സെക്രട്ടറി M.K. ദേവി അധ്യക്ഷയായി. T. വാസുദേവൻ, M.K. പ്രദീപ് എന്നിവർ സംസാരിച്ചു.